ആത്മകഥാംശമുള്ള നോവലായിരുന്നു ബെന്യാമിൻ്റെ ആടുജീവിതം. എഴുതപ്പെട്ട കാലം മുതൽ തന്നെ നിരവധി വായനക്കാരാണ് ആടുജീവിതത്തിന് ഉണ്ടായിരുന്നത്. മരുഭൂമിയിൽ അകപ്പെട്ടു പോയ നജീബിൻ്റെ കഥ വായിക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ആ ദൃശ്യങ്ങളും ഇഴകിച്ചേർന്നു. അത്രത്തോളം ആത്മബന്ധമുള്ളൊരു കഥ സിനിമയാക്കുക എന്ന വലിയൊരു പരീക്ഷണമാണ് ബ്ലസ്സി നടത്തിയിരിക്കുന്നത്. ഒടുവിൽ 16 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആടുജീവിതം അതേ പേരിൽ ബിഗ് സ്ക്രീനിൽ എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ താൻ അനുഭവിച്ച ജീവിതം സ്ക്രീനിൽ കാണാൻ എത്തിയ നജീബിൻ്റെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. സന്തോഷമുണ്ട്, സിനിമ കാണാൻ പോവുകയാണ്. ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണെല്ലാം. ഞാൻ കുറച്ചൊക്കെ കണ്ടിരുന്നു, അതെല്ലാം ഞാൻ അനുഭവിച്ചതുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായി കാണാൻ പോകുന്നു. പൃഥ്വിരാജിനെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. എന്നെപ്പോലെ തന്നെയായിരുന്നു, അതാണ് കരഞ്ഞുപോയത്. ഇന്നലെയും എന്നെ അദ്ദേഹം ഫോൺ വിളിച്ചിരുന്നു. ബ്ലസ്സി സാറും ബെന്യാമിനും എല്ലാവരും വിളിക്കാറുണ്ടായിരുന്നു എന്നാണ് എറണാകുളത്ത് തിയേറ്ററിലെത്തിയ നജീബ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം. 400 അടുപ്പിച്ച സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. പ്രീ സെയിലിലും വലിയ മുന്നേറ്റം ചിത്രം നടത്തിയിട്ടുണ്ട്. റിലീസിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ വീണ്ടും നേട്ടം കൊയ്തിരിക്കുകയാണ് ചിത്രം. ബോക്സ് ഓഫീസ് ട്രാക്കർമാർ അവതരിപ്പിക്കുന്ന കണക്കുകളനുസരിച്ച് കേരളത്തിൽ മാത്രം 1.55 ലക്ഷം ടിക്കറ്റുകളാണ് ചിത്രം ഇതുവരെ വിറ്റിരിക്കുന്നത്. ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കളക്ഷൻ 2.50 കോടിയും. പൃഥ്വിരാജിന്റെ കരിയറിലെ ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് ആടുജീവിതം. പ്രീ സെയിലിൽ മുന്നിട്ട് നിന്ന കിങ് ഓഫ് കൊത്തയെയും മലൈക്കോട്ടെ വാലിബനെയും ഒക്കെ ചിത്രം മറികടക്കാനുള്ള സാധ്യതയും അനലിസ്റ്റുകൾ മുന്നിൽ കാണുന്നുണ്ട്. വിൽപ്പനയിൽ റെക്കോർഡിട്ട ബെന്യാമിന്റെ ഇതേ പേരിലുള്ള നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ആടുജീവിതം. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം. അതുപോലെ തന്നെ മലയാളത്തിൽ ഏറ്റവും അധികം നാളുകൾ ചിത്രീകരണം നീണ്ടുപോയ സിനിമകളിലൊന്നാണ് ആടുജീവിതം. 4.5 വർഷം നീണ്ടുനിന്ന ചിത്രീകരണത്തിന് കഴിഞ്ഞ വർഷം ജൂലൈ 14 സമാപനമായത്. 2018 മാർച്ചിലാണ് ബ്ലസ്സിയുടെ സംവിധാനത്തിൽ ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. പത്തനംതിട്ടയിലായിരുന്നു തുടക്കവും. പിന്നീട് പാലക്കാട് കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചു. അതേ വർഷം ജോർദാനിലും ചിത്രീകരണം നടന്നു. അവിടെ 30 ദിവസത്തോളം വർക്കുണ്ടായിരുന്നു. അതിനുശേഷം 2019 ജോർദാനിലേക്ക് പോകാൻ പദ്ധതിയിട്ടെങ്കിലും പൃഥ്വിയുടെ ഡേറ്റ് ക്ലാഷ് കാരണം ഷൂട്ടിംഗ് മാറ്റിവെച്ചു. പിന്നീട് 2020 ജോർദാനിലെത്തുന്നത്. അത്തവണ അൾജീരിയ ഷെഡ്യൂൾ കൂടി പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് 65 ദിവസത്തോളം ബ്ലസ്സിയും സംഘവും ജോർദാനിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. 2.5 മാസത്തിന് ശേഷം 2020 മെയ് 22 സംഘം പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിയത്. അതിനിടെ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ജോർദാനിൽ ചിത്രീകരിച്ചിരുന്നു. ജോർദാനിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു സംഘത്തിന്റെ മടക്കം. പിന്നീട് 1 വർഷം കോവിഡ് കാരണം ഷൂട്ടിംഗ് നടന്നില്ല. അതിനിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. 2022 മാർച്ച് 16 സഹാറ, അൾജീരിയ എന്നിവിടങ്ങളിൽ ചിത്രീകരണത്തിന്റെ 2ാം ഘട്ടം തുടങ്ങി. മാർച്ച് 31 പൃഥ്വിരാജ് ലൊക്കേഷനിലെത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ ജോർദാനിൽ കർഫ്യൂ പ്രഖ്യാപിച്ചതിന് ചിത്രീകരണം തടസ്സപ്പെട്ടിരുന്നു. ഏപ്രിൽ 1 നിർത്തിവെച്ച ചിത്രീകരണം പിന്നീട് ഏപ്രിൽ 24 ജോർദാനിലെ വാദിറാമിലാണ് ആരംഭിച്ചത്. 40 ദിവസത്തോളം സഹാറ മരുഭൂമിയിലും 35 ദിവസത്തോളം ജോർദാനിലെ വാദിറാമിലുമാണ് ചിത്രീകരണം നടന്നത്. ജൂൺ 16 പൃഥ്വി തിരികെ നാട്ടിലെത്തി. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.